ദൈവനാമത്തിലേവർക്കും സ്നേഹവന്ദനം. നമ്മുടെ പ്രത്യേക പഠന പരമ്പര വിശുദ്ധനായ പൗലോസ് അപ്പോസ്തലനോട് രചിക്കപ്പെട്ട റോമലേഖനത്തിൽ നിന്നുള്ള 131 അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. അതിൻ്റെ 6-ാം അധ്യായം. കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റൊരു ദൈവ പൈതൽ പ്രവേശിച്ചിരിക്കുന്നൊരു വിശുദ്ധീകരണ ജീവിതത്തിലേക്കാണ്. എപ്രകാരമാണ് ഒരു വിശുദ്ധീകരണ ജീവിതം സാധ്യമാകുന്നത് എന്നാണ് റോമലേഖനം 6ഉം 7ഉം അധ്യായങ്ങൾ പഠിപ്പിക്കുന്നു. ഒരു പുസ്തകത്തെ നാം പഠിക്കുമ്പോൾ ആ പുസ്തകത്തിൻ്റെ വിഷയങ്ങൾ വിഭാഗിച്ച് പഠിക്കണം. റോമലേഖനത്തിൽ ആദ്യം മനുഷ്യൻ്റെ നേരിടുന്ന ശിക്ഷാവിധി, അതിൻ്റെ കാരണം, സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്ന ദൈവത്തിൻ്റെ ക്രോധത്തെക്കുറിച്ച് വ്യക്തമായി, ഒരു മനുഷ്യനും വ്യത്യാസമില്ലാതെ അത് അനുഭവിക്കാൻ അർഹരാണ്. തുടർന്ന് നാം അതിൻ്റെ നീതീകരണത്തെക്കുറിച്ച് കണ്ടു. എപ്രകാരമാണ് ഇപ്രകാരം തകർന്നടിഞ്ഞ മനുഷ്യനെ ദൈവം നീതീകരിക്കുന്നത്? കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസത്താൽ, ക്രിസ്തുവിൻ്റെ പരമയാഗത്താൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ, ആ പ്രായശ്ചിത്ത ബലിയുടെ കാരണത്താൽ മനുഷ്യൻ്റെ നീതീകരിക്കപ്പെട്ട മനുഷ്യൻ പിന്നെ എങ്ങനെ ജീവിക്കണം? അതാണ് വിശുദ്ധീകരണം. റോമലേഖനം 6ഉം 7ഉം അധ്യായങ്ങൾ പഠിപ്പിക്കുന്നു. നാം ഇപ്പോൾ 6-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 23 വേദഭാഗത്തിൻ്റെ ചിന്തയിലാണ്. ഒരു പുതിയ പരിപാലനത്തിൻ്റെ കീഴിലാണ്, പുതിയ നിയന്ത്രണം, പുതിയ മാനേജ്മെൻറ്റ്, അതിൻ്റെ കീഴിലാണ് നാം. പണ്ട് നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത് പാപവും പിശാചുമായിരുന്നു. അവിടെ നിന്ന് ദൈവം തൻ്റെ പുത്രൻ്റെ രക്തത്താൽ, ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്കുമാണ്. ദൈവം നമ്മെ തൻ്റെ സ്വന്തമാക്കി ഒരു പുതിയ ഭരണത്തിൽ, നിയന്ത്രണത്തിൽ കീഴിലാണ്. ഇപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് വളരെയധികം ആവശ്യപ്പെടുന്നു. 16-ാമത്തെ വാക്യം, റോമലേഖനം 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ഒരു തെളിയിക്കപ്പെട്ട രത്നച്ചുരുക്കം, ഒരു തെളിയിക്കപ്പെട്ട ഉപസംഹാരത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. അതിപ്രകാരമാണ്. റോമർ 6:16. നിങ്ങൾ ദാസന്മാരായി അനുസരിപ്പാൻ നിങ്ങളെ തന്നെ സമർപ്പിക്കുകയും നിങ്ങളെ അനുസരിച്ച് പോരുകയും ചെയ്യുന്നവരെ ദാസന്മാർ ആകുന്നുവെന്ന് അറിയുന്നില്ലയോ? വളരെ ലളിതമായൊരു പ്രധാന തത്വമാണ്. നമ്മളൊരു വിഷയത്തിന് വേണ്ടി നമ്മളെ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ദാസനാണ്. ഇവിടെ 2 അവസ്ഥകളാണ്. ഒന്നുകിൽ മരണത്തിനായി പാപത്തിൻ്റെ ദാസന്മാർ, പാപം ചെയ്യുന്ന മനുഷ്യർ ചെന്നെത്തുന്നത് മരണത്തിലാണ്. അല്ലെങ്കിൽ നീതിക്കായി അനുസരണത്തിൻ്റെ ദാസന്മാർ. അത് വളരെ വ്യക്തമായി പറഞ്ഞു. തുടർന്ന് 17-18 വാക്യം നമ്മൾ വിശദമായി പഠിച്ചതാണ്. 17-18 വാക്യങ്ങളിൽ ഒരു പൂർവ്വ സമർപ്പണത്തെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത്? 17-18 വാക്യങ്ങൾ. എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും, അവിടെ തന്നെ ജീവിതം അവസാനിക്കേണ്ട കാര്യമില്ല. സാത്താനെ സേവ ചെയ്ത് ഭൂമിയിൽ ജീവിതം നരകത്തിലേക്ക് പോകേണ്ട യാതൊരു കാര്യവുമില്ല. മോചനം സാധ്യമാണ്, പോക്കുവഴി സാധ്യമാണ്. അപ്പോൾ എന്നാൽ നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാർ ആയിരുന്നുവെങ്കിലും, പഴയ അവസ്ഥയെ കാണിക്കുക, പൂർവ്വമായൊരവസ്ഥയെ കാണിക്കുകയാണ്. ആയിരുന്നുവെങ്കിലും നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ, നിങ്ങളുടെ അടുക്കൽ ഒരു ഉപദേശം വന്നു, ഒരു ഉപദേശ രൂപം. കാരണം എല്ലായിടത്തും എപ്പോഴും പഠിപ്പിക്കേണ്ട ഒരേ രൂപം. ഒരു ഉപദേശ രൂപത്തെ നിങ്ങൾ എന്ത് ചെയ്തു? ഹൃദയപൂർവ്വം അനുസരിച്ച്. നിങ്ങളുടെ അനുസരണ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുള്ളതായിരുന്നു, ആവശ്യബോധത്തിൽ നിന്നായിരുന്നു. ഹൃദയപൂർവ്വം അനുസരിച്ച് എന്ത് സംഭവിച്ചു? പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചു. നിങ്ങളെ പിടിച്ചടക്കി വെച്ചിരുന്ന പാപത്തിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. എന്നിട്ട് എന്തായി മാറി? നീതിക്ക് ദാസന്മാരായി തീർന്നത് കൊണ്ട് പൗലോസ് അവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളുടെ കടമയാണ് പരസ്പരം ദൈവത്തെ നന്ദി കരയറ്റുക. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് പൗലോസ് ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത്? റോമലേഖനത്തിൽ പൗലോസ് എഴുതുന്ന റോമിലുള്ള വിശ്വാസികൾ. അതോടൊപ്പം നമ്മൾ ഇത് പഠിക്കുമ്പോൾ നമ്മോട് പറയുകയാണ്, നിങ്ങൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം, യഥാർത്ഥ സ്വാതന്ത്ര്യം, മനുഷ്യൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം ഒരു രാജ്യത്തിൻ്റെ, ഒരു രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യമല്ല, മറ്റേതെങ്കിലും രാജ്യങ്ങളുടെ അടിമത്തത്തിനുള്ള സ്വാതന്ത്ര്യമല്ല. ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താണ്? പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം, ശാപത്തിൽ നിന്നും ആത്മീക മരണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം. അപ്പോൾ നിങ്ങൾ പാപത്തിൽ സ്വതന്ത്രരാണ്. എപ്പോൾ? നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ചപ്പോൾ, അതിന് മുമ്പല്ല, അനുസരിച്ചതിന് ശേഷം. ഹൃദയപൂർവ്വം അനുസരിച്ചതിന് ശേഷമാണ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അനുസരിച്ചതിന് മുമ്പല്ല, കേട്ടുകൊണ്ടിരുന്നപ്പോഴല്ല, നോട്ട്ബുക്കിൽ അത് എഴുതി വെച്ചപ്പോഴല്ല, കാണാതെ പറഞ്ഞപ്പോഴല്ല, അത് അനുസരിച്ചപ്പോൾ, ദൈവനം അനുസരിക്കുമ്പോഴാണ് സ്വാതന്ത്ര്യം. അതുകൂടെ വ്യക്തമായപ്പോൾ 4 ഘട്ടങ്ങളായിട്ട് കാണാം. ഒന്ന്, നിങ്ങൾ പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു, 17-ാം വാക്യം ആരംഭം. നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ചു, അതും 17-ാം വാക്യം. പാപത്തിന് സ്വാതന്ത്ര്യം പ്രാപിച്ചു, 18-ാം വാക്യം. പിന്നീട് എന്ത് സംഭവിച്ചു? നീതിയുടെ ദാസന്മാരായി. ഇന്നലെ വരെ ഉണ്ടായിരുന്ന യജമാനൻ മാറി പുതിയ യജമാനായി, പുതിയ ഉടമസ്ഥനായി. ആ സ്ഥാപനം പുതിയ ഉടമസ്ഥൻ്റെ കീഴിലായി, നീതിയുടെ ദാസന്മാരായി. ഇപ്പോൾ ഇവിടെ ഒരു ബന്ധം നമുക്ക് കാണാൻ സാധിക്കും. സ്നാനവുമായുള്ളൊരു ബന്ധം ഇവിടെയുണ്ട്. അപ്പോൾ കർത്താവ് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെ നാം ജീവൻ്റെ പുതുക്കത്തിൽ നടക്കാനെന്ന് റോമർ 6:4 പറഞ്ഞു. ജീവൻ്റെ പുതുക്കം, ഒരു പുതിയ അവസ്ഥയിലേക്കാണ് നമ്മൾ സ്നാനത്തിലൂടെ പ്രവേശിക്കുന്നത്. പഴയ തുടരാനല്ല സ്നാനം.
പഴയ അവസ്ഥ തുടരുന്നതിന് വേണ്ടി സ്നാനപ്പെടരുത്. ആ സ്നാനം തെറ്റാണ്. ജീവൻ്റെ പുതുക്കത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വേണം സ്നാനമേൽക്കാൻ. പഴയ ജീവിതത്തിൽ തന്നെ തുടരാൻ കഴിയും. പിന്നെ ഒരു ചടങ്ങ് ചെയ്തേക്കാം, സ്നാനം എന്നൊരു ചടങ്ങ് നിർവഹിക്കാം, എൻ്റെ പഴയ ജീവിതം തുടരാം. അത് സ്നാനമല്ല. ഇപ്പോൾ ജീവൻ്റെ പുതുക്കൽ നടക്കേണ്ടതിന് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തോട്, ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നാം രൂപപ്പെടുകയാണ്. റോമലേഖനം 6:5 ഇവിടെ പഴയ മനുഷ്യൻ പാപശരീരം നീക്കം വന്നു. റോമർ 6:6 അപ്പം ഇതേ പ്രയോഗമാണ് 18 വാക്യത്തിൽ പൗലോസ് ഇവിടെ 18 വാക്യത്തിൽ അവതരിപ്പിച്ചത്. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച് നീതിക്ക് ദാസന്മാരായി. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് റോമർ 6:7 പറഞ്ഞതുപോലെ അങ്ങനെ മരിച്ചവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഇപ്പോൾ സ്നാനവുമായി എത്ര വലിയ ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ കുറച്ച് ആചാരാനുഷ്ഠാനങ്ങളിലൂടെ കുറച്ച് കൃത്യങ്ങൾ ചെയ്താൽ മതി ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടാൻ? ഒരു ആചാരമാണോ അനുഷ്ഠാനമാണോ രക്ഷയ്ക്ക് വേണ്ടത്? ഒരിക്കലുമല്ല. പൗലോസ് പരാമർശിക്കുന്ന അനുഗ്രഹങ്ങൾ റോമിലുള്ള വിശ്വാസികൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അവർ കേട്ട സുവിശേഷത്തെ അവർ ഹൃദയപൂർവ്വം അനുസരിക്കണമായിരുന്നു. അവർ ഇത് ചെയ്തു. അവരുടെ അടുക്കൽ വന്ന ഉപദേശം, സുവിശേഷ പ്രസംഗം ഹൃദയപൂർവ്വം അനുസരിച്ച്. ഗലാത്യർക്കെതിരെ ലേഖനം 5 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയും. ഗലാത്യർ 5:6 ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല. 2 സാമൂഹ്യ അവസ്ഥകളാണ്. യഹൂദന്മാർക്ക് പരിച്ഛേദന, അല്ലാത്തവർക്ക് അഗ്രചർമ്മം. ക്രിസ്തുയേശുവിൽ പരിച്ഛേദനയല്ല അഗ്രചർമ്മവുമല്ല, സ്നേഹത്താൽ വ്യാപരിക്കുന്ന വിശ്വാസം, ദൈവത്തോടുള്ള സ്നേഹം. ആ സ്നേഹത്തിൻ്റെ ഫലമായി ദൈവകൽപ്പന അനുസരിക്കുന്ന വിശ്വാസം, അതാണ് പ്രധാനം, പുറമേയുള്ള ചടങ്ങല്ല. ബൈബിൾ വളരെയധികം വ്യക്തമായി തന്നെ പഠിപ്പിക്കുന്ന സത്യമാണ്. ദൈവം നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. പഴയമകാലത്ത് ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ ഒന്നാം പുസ്തകത്തിൻ്റെ 16-7 വാക്യത്തിൽ ഇങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. 1 ശമൂവേൽ 16-7 യഹോവ ശമൂവേലിനോട് അവൻ്റെ മുഖമോ പൊക്കമോ നോക്കരുത്, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെയല്ല, മനുഷ്യൻ കണ്ണിനെ കാണുന്നത് നോക്കുന്നു, യഹോവയോ ഹൃദയത്തെ നോക്കുന്നു. യഹോവ ഹൃദയത്തെ നോക്കുന്നു. ആ അധ്യായത്തിൻ്റെ 13 വാക്യങ്ങൾ, ആദ്യത്തെ 13 വാക്യങ്ങൾ ഇത് തന്നെ നമുക്ക് കാണിച്ചു തരും. ദൈവം നോക്കുന്ന ഹൃദയത്തെയാണ്. ദൈവനെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ നല്ല ശ്രദ്ധയോടുകൂടി പ്രസംഗിക്കുന്ന ആളുടെ മുഖത്ത് നോക്കി ഇരിക്കാന്നല്ല, കേൾക്കുന്ന വചനത്തോട് ഞാൻ ഹൃദയം കൊണ്ട് എങ്ങനെ പ്രതികരിക്കുന്നു. അത് ദൈവം എന്നോട് സംസാരിക്കുകയാണ്, എൻ്റെ ആവശ്യം എന്നോട് കൽപ്പിക്കുകയാണ്, ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം എന്നോട് പറയുകയാണ്, ഞാൻ കീഴ്പ്പെടേണ്ടതാണ്, സമർപ്പിക്കപ്പെടേണ്ടതാണ് എന്ന ഭയത്തോടെ ബഹുമാനത്തോടെയാണോ കേൾക്കുന്നത്? തിരുവഴുത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും ദൈവഹിതം ചെയ്യേണ്ടത് ഹൃദയത്തിൽ നിന്നാണ്. ഹൃദയത്തിൽ ദൈവഹിതം ചെയ്യണം. ആവർത്തന പുസ്തകം 10-12 പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും നിൻ്റെ ദൈവമായ യഹോവയെ സ്നേഹിക്കണം, ഭയപ്പെടണം. 1 ശമൂവേൽ 12:20 പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പിൻ. പുതിയ നിയമത്തിൽ എഫേസ്യ ലേഖനം 6 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം എഫെസോസിലുള്ള വിശ്വാസികളോട് പറയും. എഫേസ്യ ലേഖനം 6 മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല, ക്രിസ്തുവിൻ്റെ ദാസന്മാരെ പോലെ ദൈവേഷ്ടം മനസ്സോടെ ചെയ്തും മനുഷ്യരെയല്ല കർത്താവിനെ തന്നെ പ്രീതിയോടെ സേവിച്ചും കൊണ്ട് അനുസരിക്കേണ്ടത് മനസ്സോടെ, ഹൃദയം കൊണ്ട് അനുസരിക്കണം. പൂർണ്ണതയുള്ള തികവുള്ള ഒരു അനുസരണം ഒരു മനുഷ്യർക്ക് സാധിക്കില്ല. ഒരു മനുഷ്യർക്ക് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്ന കൽപ്പനകൾക്ക് തികവോടെ അനുസരിക്കാൻ പറ്റില്ല, ആർക്കും അതിനുള്ള കഴിവില്ല. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്നതാണ് പൂർണ്ണ ഹൃദയത്തോടുകൂടിയുള്ള അനുസരണം. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. പൂർണ്ണ ഹൃദയത്തോടു കൂടിയുള്ള അനുസരണം, ഹൃദയപൂർവ്വം, മുൻവിധികളില്ല. അതാണ് റോമലേഖനം 6:17 പറഞ്ഞത്. നിങ്ങളെ പഠിപ്പിച്ച ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചു പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. അപ്പം പാപത്തിൽ കിടക്കുന്ന മനുഷ്യൻ അവർ സുവിശേഷം ദൈവവചനം കേൾക്കുമ്പോൾ പൂർണ്ണ ഹൃദയത്തോടെ അനുസരിക്കുമ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. പാപത്തിൻ്റെ ചങ്ങലകൾ താനെ പൊട്ടി വീഴുന്നു, അവർ സ്വതന്ത്രരാകുന്നു. അതിൻ്റെ അർത്ഥം പിന്നീട് അവർക്ക് ഇഷ്ടം പോലെ ജീവിക്കാമെന്നും ഇനിയൊരു നിബന്ധനകൾക്കും കീഴ്പ്പെടേണ്ടതില്ല എന്നും ഒരു നിയമവും അവരെ ഇനി ബാധിക്കില്ലെന്നല്ല. ദൈവത്തോടും മനുഷ്യരോടുമുള്ള ഒരു ബന്ധങ്ങളും ഒരു നിയമങ്ങളും കൽപ്പനകളും ചട്ടങ്ങളും ഇനിയില്ല, ഞാൻ സ്വതന്ത്രനാണെന്നല്ല. അപ്പോൾ അവിടെ വ്യക്തമാണ് 18 വാക്യം പറയുന്നില്ല, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് അവിടെ തീർന്നില്ല. അടുത്തൊരു പ്രയോഗം, നീതിക്ക് ദാസന്മാരായി. അപ്പം തെറ്റായ കർമ്മങ്ങളിൽ നിന്ന്, പാപത്തിൻ്റെ വഴികളിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച ഞാൻ ശരിയായ ജീവിതം ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നു, ശരിയായ ജീവിതം ജീവിക്കാൻ കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പൗലോസ് അതുമാണ് ഓർമ്മിപ്പിച്ചത്. നിങ്ങൾ ഹൃദയപൂർവ്വം അനുസരിച്ചവരാണ്, നിങ്ങളിപ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരാണ്.
ദൈവത്തിൻ്റെ അടിമകളാണ്. അതൊരു സമർപ്പണമാണ്, ഹൃദയപൂർവ്വം എടുത്ത തീരുമാനമാണ്. ആരും നിർബന്ധിച്ചിട്ടതല്ല. എന്തെങ്കിലും പൈസ കിട്ടാനോ മറ്റെന്തെങ്കിലും കിട്ടാനോ വിദേശത്ത് പോകാനോ തയ്യൽ മിഷൻ കിട്ടാനോ ആടിനെ കിട്ടാനോ വീട് കിട്ടാനോ എന്തെങ്കിലും പ്രലോഭനങ്ങൾ കണ്ടിട്ടല്ല സ്നാനമേറ്റത്. സ്നാനം ഹൃദയപൂർവ്വമാണ് ചെയ്തത്. അങ്ങനെ ആയിരിക്കണം സ്നാനം എപ്പോഴും. ഇനി 19-20 വാക്യങ്ങളിലേക്ക് നോക്കാം. റോമർ 6-ാം അധ്യായം ഇപ്പോഴെടുത്തവരുടെ തീരുമാനത്തെ, ആ തെരഞ്ഞെടുപ്പിനെ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു. എന്താണെന്ന് വിശദീകരിക്കാം. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതിയിൽ പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിപ്പിൻ. നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. ഇപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വേദഭാഗത്തിൽ വിശദീകരിക്കുകയാണ് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിത്വം അടിമ വ്യവസ്ഥയുമായി താരതമ്യം ചെയ്ത് ഞാൻ സംസാരിക്കുന്നത്. ക്രിസ്ത്യാനിത്വം ഒരു അടിമ വ്യവസ്ഥ. കാരണം പണ്ട് നിങ്ങൾ പാപത്തിൻ്റെ അടിമയായിരുന്നു, സ്വാതന്ത്ര്യം പ്രാപിച്ചപ്പോൾ നിങ്ങൾ നീതിയുടെ അടിമയാണ്, ദൈവത്തിൻ്റെ അടിമയാണ്. ഈ അടിമ സമ്പ്രദായത്തെ ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് എന്തുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തെ പരാമർശിക്കാൻ വിശദീകരിക്കാൻ ശ്രമിക്കുന്നു? ഇതാണ് പൗലോസ് വിശദീകരിക്കുന്നത്. കാരണം അടിമ സമ്പ്രദായം അപ്രിയമാണ്, അനേകരുടെ ജീവിതങ്ങൾക്ക് ദുരന്തം വിതച്ചിട്ടുള്ളതാണ് അടിമ സമ്പ്രദായം. അപ്പോൾ അതുകൊണ്ട് പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ മാനുഷ്യ രീതിയിൽ സംസാരിക്കുന്നു. എന്തുകൊണ്ട്? നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഉദാഹരണം അവതരിപ്പിക്കുകയാണ്, ഒരു ചിത്രീകരണം തരികയാണ്. നിങ്ങൾക്ക് സുപരിചിതമായ ചിത്രീകരണമാണ്. എങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് മനസ്സിലാക്കുകയുള്ളൂ. ഞാൻ പറയുന്ന ചിത്രീകരണം എന്താണ്? അടിമ സമ്പ്രദായം. അന്ന് നിലനിൽക്കുന്ന അടിമ സമ്പ്രദായത്തിൻ്റെ ചിത്രീകരണം, മാതൃക ഉപയോഗിച്ചുകൊണ്ട് പൗലോസ് ദൈവമക്കളെ ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ദൈവ പൈതൽ എങ്ങനെ ആയിരിക്കണം എന്ന വിഷയം അവതരിപ്പിക്കാൻ ഉപയോഗിച്ചു അടിമ സമ്പ്രദായം. അതുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതവും അടിമ സമ്പ്രദായം തമ്മിൽ ഉപമിച്ചത്. അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ക്രിസ്ത്യാനിത്വവും അടിമ സമ്പ്രദായവും. ദൈവത്തിൻ്റെ അടിമ, ദൈവത്തിൻ്റെ ദാസൻ സ്വമനസാലെ ഹൃദയപൂർവ്വം ദൈവത്തിൻ്റെ ദാസനാവുകയാണ്. കടപ്പാടല്ല, നിർബന്ധിതമല്ല. സ്വമനസാലെയാണ് ഞാൻ ദൈവത്തിൻ്റെ ദാസനാകുന്നത്. നിങ്ങൾ ദൈവത്തിൻ്റെ ദാസനും ദാസിയുമാകുന്നു. ദൈവം ക്രൂരനായൊരു ഭരണാധികാരി, സ്വേച്ഛാധിപതിയായി നമ്മളെ ചാട്ടവറുകൊണ്ട് അടിച്ച് നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി വേദനിപ്പിച്ച് നമ്മളെ കൊണ്ട് ദാസവേല ചെയ്യിപ്പിക്കുന്ന ആളല്ല ദൈവം. ഇപ്പോൾ പൗലോസ് വ്യക്തമായി പറഞ്ഞത് ഈ അടിമ സമ്പ്രദായത്തിൻ്റെ ഉദാഹരണം ഉപയോഗിച്ചത് നിങ്ങൾക്ക് പരിചയമുള്ള കാര്യമായതുകൊണ്ടാണ്, നിങ്ങൾക്ക് പരിചയമുള്ളൊരു ഒരു വ്യവസ്ഥയായതുകൊണ്ടാണ്. അടിമ എന്നൊരു ശക്തമായ വാക്കാണ്. ദൈവത്തിൻ്റെ അടിമ എന്ന് പറയുന്നത് അതിലും സത്യമാണ്. ദൈവത്തിൻ്റെ അടിമ. വേറൊരു പ്രയോഗം, വേറൊരു മാതൃക, ഉദാഹരണം ഈ വിഷയം പറയാൻ എനിക്കില്ല. കാരണം ദൈവം ആവശ്യപ്പെടുന്ന, ക്രിസ്തു ആവശ്യപ്പെടുന്ന വിഭജിക്കപ്പെടാത്ത ഏകാഗ്രമായ സമർപ്പണത്തെക്കുറിച്ച് പറയാൻ ഇതിനേക്കാളും മറ്റൊരു നല്ല വിഷയമില്ല. ദൈവം തൻ്റെ മക്കളിൽ നിന്ന് ആവശ്യപ്പെടുന്നതാണ് വിഭജിക്കപ്പെടാത്ത, ഇരുമനസ്സല്ലാത്ത, ഏകാഗ്രതയുള്ള ഒരു സമർപ്പണം. സാധാരണ നിലയിൽ ഒരു അടിമ തൻ്റെ യജമാന് കൊടുക്കുന്നത് പോലെ. ഇത് മനസ്സിലാക്കി തരാണ് ഈ സമ്പ്രദായം ഉപയോഗിച്ചത്. ഇപ്പോൾ ദൈവവചനത്തെ, ഉപദേശ രൂപത്തെ ഹൃദയത്തിൽ നിന്ന് അനുസരിക്കുന്ന വ്യക്തി പൂർണ്ണ ഹൃദയത്തോടൊരു വിധേയത്വം കർത്താവിന് നൽകണം. ഇരുമനസ്സോടെ, പകുതി മനസ്സോടെ, അപ്രിയമായിട്ട് ഇഷ്ടമില്ലാതെ, നിർബന്ധത്താലല്ല, പൂർണ്ണ ഹൃദയത്തോടെ, സന്തോഷത്തോടെ ദൈവത്തെ സ്നേഹിക്കണം. പൂർണ്ണ ഹൃദയത്തോടെ. അത് വളരെയധികം പറഞ്ഞാലും പോലും അത് മനസ്സിലാകാൻ പാടാണ്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സേവിക്കണം, സ്നേഹിക്കണം, അനുസരിക്കണം. അപ്പോൾ പൗലോസ് അതാണ് ദൈവം ആവശ്യപ്പെടുന്ന പ്രതിബദ്ധത, മനസ്സ്. ഒരു ദൈവ പൈതൽ ദൈവം ആവശ്യപ്പെടുന്ന മനസ്സതാണ്, സമർപ്പണം അതാണ്, പ്രതിബദ്ധത ഇതാണ്. അതാണ് 19-ാം വാക്യം പറഞ്ഞത്. നിങ്ങളുടെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഞാൻ മാനുഷ്യരീതി പറയുന്നു. നിങ്ങളുടെ അവയവങ്ങളെ, പഴയ കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. പണ്ട് നിങ്ങളെങ്ങനെയായിരുന്നു? നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനും അശുദ്ധിക്കും, അധർമ്മത്തിനും അശുദ്ധിക്കും, വീണ്ടും അധർമ്മം, ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ക്ലിയറായിട്ട് പറയും, കൂടുതൽ അധർമ്മത്തിന്. കാരണം പാപത്തിൽ മുഴുകുന്ന മനുഷ്യൻ കൂടുതൽ പാപം ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് 2 പ്രാവശ്യം വാക്ക് വന്നത്. നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനായി അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചവർ. നേരത്തെ പാപം ചെയ്യാൻ എന്തുമാത്രം സാമർഥ്യമായിരുന്നു, എന്തുമാത്രം ഉത്സാഹമായിരുന്നു, എന്തുമാത്രം തീഷ്ണതയായിരുന്നു അന്ന് നിങ്ങൾ. അതേപോലെ
ദൈവ പൈതലാകുമ്പോൾ അതേപോലെ താല്പര്യം കാണിക്കണം ദൈവത്തിന് വേണ്ടി, അതേപോലെയുള്ള എരിവ് കാണിക്കണം. അന്ന് പാപം ചെയ്യാൻ ദിവസം എത്ര മണിക്കൂറാണ് ചിലവിട്ടത്? എത്ര മണിക്കൂറാണ് ഓരോ കാര്യങ്ങൾ പരിശോധിക്കാൻ മൊബൈലിലും മറ്റേതിലുമായി ചിലവിട്ടത്? അതിനേക്കാൾ കൂടുതൽ കാണിക്കണം ദൈവത്തിന്. ഇതാണ് ആവശ്യപ്പെടുന്നത്. പാപത്തിൻ്റെ അടിമയായിരുന്നപ്പോൾ അവിടെ ശരീരം അധർമ്മത്തിനും അശുദ്ധിക്കും വേണ്ടി ഏൽപ്പിച്ചു. ശരീരം കൊണ്ട് അധർമ്മം ചെയ്തും അശുദ്ധി ചെയ്തും മടുക്കാതെ ചെയ്തുകൊണ്ടിരുന്നു. വളരെ തീവ്രമായി ചെയ്തു. എന്നിട്ടും തൃപ്തി കണ്ടെത്തിയില്ല. ഒന്നിനു പുറകെ ഒന്നായി കൂടുതൽ ആഴമായി. ഇന്ന് ചെയ്യുന്ന പാപം കുറച്ചും കൂടെ വർദ്ധിക്കും. നാളെ ആകുമ്പോൾ അതിനേക്കാൾ വർദ്ധിക്കും. അടുത്ത ദിവസം കൂടുതൽ വർദ്ധിച്ച പാപം അതിൽ നിങ്ങൾ മുഴങ്ങി. അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ ദാസനാകുമ്പോഴോ വിട്ടുവീഴ്ചയില്ലാത്തൊരു സമർപ്പണം വേണ്ടേ? പണ്ടത്തെ ജീവിതത്തെക്കാളും കൂടുതൽ വേണ്ടേ? അതുകൊണ്ടാണ് പൗലോസ് ആവശ്യപ്പെട്ടത്, അതുപോലെ സമർപ്പിച്ചതുപോലെ ഇപ്പോൾ നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളാക്കി സമർപ്പിക്കും. പണ്ടത്തെക്കാളും ഉത്സാഹം കാണിക്കണം ദൈവ പൈതലാകുമ്പോൾ. പണ്ടത്തെക്കാളും താല്പര്യവും തീഷ്ണതയും എരിവും സമർപ്പണവും കാണിക്കണം. അതാണ് ആവശ്യപ്പെടുന്നത്. ഇതാണ് ദൈവ പൈതൽ. അപ്പോൾ പൗലോസിൻ്റെ പ്രബോധനം വളരെ വ്യക്തമാണ്. ഇപ്പോൾ നോക്കുക, ലോകത്തിൽ ഒരുപക്ഷെ നമ്മുടെ പഴയ ജീവിതം, ലോകത്തിൽ നമ്മുടെ ചുറ്റും കാണുന്ന പലരെ ധനസമ്പാദനത്തിന്, പ്രസിദ്ധി കിട്ടാൻ, പേര് കിട്ടാൻ, കാര്യങ്ങൾ നേടാൻ, വസ്തുവകൾ നേടാൻ, പലതും സമ്പാദിക്കാൻ എന്തുമാത്രം ഉത്സാഹത്തോടെയാണ് രാവും പകലുമില്ലാതെ ഓടി നടക്കുന്നത്. എന്നിട്ട് അതേസമയത്ത് അവർ കർത്താവിലേക്ക് വരുമ്പോൾ വളരെ തളർന്ന് ക്ഷീണിതരായി താല്പര്യമില്ലാതെ ക്രിസ്ത്യാനിത്വത്തേക്ക് സമീപിക്കുകയാണ്. പണ്ട് എന്തൊരു ഉത്സാഹമാണ് പൈസ ഉണ്ടാക്കാൻ, രാവും പകലുമില്ലാതെ ഓടി നടക്കുകയാണ്. ഇപ്പം ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ, ക്രിസ്ത്യാനിത്വത്തിലേക്ക് വന്നപ്പോൾ ദൈവത്തെ സേവിക്കുവാനും ദൈവകാര്യങ്ങളിൽ ഇടപെടാനും ആർക്കോ വേണ്ടി എന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെയല്ല, പകുതി മനസ്സോടെ, ദൃഷ്ടി സേവകളെന്ന പോലെ. ഇതാണ് പൗലോസ് ആവശ്യപ്പെടുന്നത്. പാപത്തിന് വേണ്ടി അചഞ്ചലമായി, ഇളകാതെ, ശ്രദ്ധയോടെ, എന്തും വില, എത്ര ദൂരെ വേണമെങ്കിലും പോകും പാപം ചെയ്യാൻ. അങ്ങനെ ജീവിച്ചു. പക്ഷെ നീതിയുടെ കാര്യം വന്നപ്പോൾ എത്ര പറഞ്ഞിട്ടും ചെയ്യാൻ തയ്യാറല്ല. ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കാനും കൂട്ടായ്മയ്ക്കും വിശുദ്ധ ജീവൻ ജീവിക്കാനും എത്ര നിർബന്ധിച്ചിട്ടും പറ്റുന്നില്ല. അതല്ലേ വാസ്തവം ഇന്ന് കാണുന്നത്. അതുകൊണ്ടാണ് പൗലോസ് ആവശ്യപ്പെട്ടത്, നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തെ സമർപ്പിക്കണം. ഒരു മനുഷ്യൻ, പൗലോസ് പറയുന്ന ഈ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു മനുഷ്യൻ ഇങ്ങനെ പറഞ്ഞു, ഇതൊരു വലിയ വെല്ലുവിളിയാണെന്ന് കണ്ടുകൊണ്ട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇത്ര ജീവിതം കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് ഞാനൊരു നല്ല വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നു. പാപിയായിരുന്നപ്പോൾ എത്രത്തോളം ഞാൻ പാപിയായിരുന്നുവോ അതിനേക്കാളും ഉയർന്ന നിരയിൽ ഒരു വിശുദ്ധനാകാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ആ സ്ത്രീ, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, യേശുവിൻ്റെ കാൽക്കൽ വന്ന് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലയേറിയ ആ ഒരു എണ്ണ കൊണ്ടുവന്ന് തലയിൽ കൂടെ, യേശുവിൻ്റെ തലയിൽ കൂടെ പൊട്ടിച്ചൊഴിച്ച് കണ്ണുനീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുണി യേശുവിൻ്റെ കാലുകൾ തുടരണം. തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാൻ വേറെ വഴിയില്ല. അത്രമാത്രം കടപ്പെട്ടിരിക്കുകയാണ് ദൈവത്തോട്. അത്രമാത്രം കടപ്പാട് മനുഷ്യർക്ക്, രക്ഷിക്കപ്പെട്ടവർക്ക് ദൈവത്തോടുണ്ടാകണം. ഏറ്റവും അധികം സ്നേഹിക്കണം. പണ്ട് പാപത്തെ സ്നേഹിച്ചേക്കാളും ഇരട്ടി സ്നേഹിക്കണം ദൈവത്തെ. പാപത്തിനായി നാം സമർപ്പിക്കപ്പെട്ടപ്പോൾ അവിടെ പറഞ്ഞു, ആ പാപത്തിന് വേണ്ടി, കൂടുതൽ അധർമ്മത്തിന് വേണ്ടി, കൂടുതൽ അശുദ്ധിക്ക് വേണ്ടി നമ്മൾ ഓടി. പക്ഷെ നീതിക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുമ്പോൾ എന്തുമാത്രമായിരിക്കണം. അപ്പോൾ നമ്മൾ ആ നേരത്തെ ഒരു ചരമകോളത്തെക്കുറിച്ച്, നമ്മുടെ കണക്കെടുപ്പിൻ്റെ കോളത്തെക്കുറിച്ച് കണ്ടു. അതേപോലെ വിശുദ്ധീകരണത്തിനായി നമ്മൾ എത്ര അധികം ചെയ്യണം. വിശുദ്ധീകരണം എന്നുള്ളത് വളരെ പ്രധാനം. ദൈവം തനിക്ക് വേണ്ടി വേർതിരിച്ച അവസ്ഥയാണ് വിശുദ്ധീകരണം. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ സഭയോട് പറഞ്ഞത് തന്നെയാണ്. കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം അതിൻ്റെ 7-ാം അധ്യായം 1-ാം വാക്യത്തിൽ പൗലോസ് ഇപ്രകാരം പറഞ്ഞു: ദൈവം വിളിച്ച് വേർതിരിക്കപ്പെട്ട മനുഷ്യരോട്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ, കാരണം തൊട്ട് പിന്നിൽ പറഞ്ഞു, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ജനവും അവർ എനിക്ക് ജനവുമാകും, അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പിന്ന് കർത്താവ് അരുളി ചെയ്യുന്നു, അശുദ്ധമായതൊന്നും തുടരുത്, എന്നാൽ ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രിമാരും ആയിരിക്കും എന്ന് സർവ്വശക്തനെ കർത്താവ് അരുളി ചെയ്യുന്നു പറഞ്ഞതിന് ശേഷമാണ്, പ്രിയമുള്ളവരെ, ഈ വാഗ്ദത്തങ്ങൾ നമുക്കുള്ളത് കൊണ്ട് ഇപ്രകാരമുള്ള വാഗ്ദാനങ്ങൾ തന്നിരിക്കുക. അതുകൊണ്ട് എന്ത് ചെയ്യണം? നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടിപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചു കൊള്ളണം. തുടങ്ങിയെടുത്ത് നിൽക്കരുത്, തികയ്ക്കണം. കൂടുതൽ ഉത്സാഹം, കൂടുതൽ ദൈവത്തെ അടുക്കണം.
വചന പരിജ്ഞാനത്തിൽ വളരണം, പ്രാർത്ഥന ജീവിതത്തിൽ വളരണം, പരസ്പര കൂട്ടായ്മയിൽ വളരണം. അതാണ് ക്രിസ്ത്യാനി, വചനപ്രകാരമുള്ള ക്രിസ്ത്യാനി. 10 വർഷം മുമ്പുള്ള അവസ്ഥയല്ല, 15 വർഷം മുമ്പുള്ള അവസ്ഥയല്ല, സ്നാനപ്പെട്ടപ്പോഴുള്ള അവസ്ഥയല്ല. ഇപ്പോൾ ആ വ്യക്തി എന്തുമാത്രം വളർച്ചയാണ്, എന്തുമാത്രം പരിജ്ഞാനമാണ്, ദൈവത്തോട് എത്ര അടുത്താണ് ആ വ്യക്തി ജീവിക്കുന്നത്. ഇതാണ് ഒരു ദൈവപൈതൻ്റെ ലക്ഷണം. എബ്രായലേഖൻ ഇപ്രകാരം പറഞ്ഞു. എബ്രായലേഖനം 12-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ എബ്രായലേഖൻ പറഞ്ഞത്, എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണാൻ പറ്റില്ല. ഒരു ആലങ്കാരിക പ്രയോഗമാണ്. ജീവിതത്തിൽ ദൈവസാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ ശുദ്ധീകരണം നല്ല വെള്ള വസ്ത്രം കൊണ്ടല്ല, വിശുദ്ധ ജീവിതം ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെയാണ് പറഞ്ഞത്, ക്രിസ്തീയ വെല്ലുവിളിയാണ് ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളത്. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ക്രിസ്ത്യാനിയായി ജീവിക്കുക എന്നുള്ളതാണ്. ക്രിസ്ത്യാനി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അന്വർത്ഥമാക്കുന്ന തരത്തിൽ ജീവിക്കുക. ഇപ്പോൾ 20-ാം വാക്യം റോമലേഖനം 6, നിങ്ങൾ പാപത്തിന് ദാസന്മാരായിരുന്നപ്പോൾ നീതിയെ സംബന്ധിച്ച് സ്വതന്ത്രരായിരുന്നുവല്ലോ. പണ്ട് പാപത്തിൻ്റെ ദാസനായിരുന്ന സമയത്ത് നീതി ചെയ്യേണ്ട ഒരു കടപ്പാടുമില്ല, നീതിയോട് യാതൊരു കടപ്പാടുമില്ല, ഒരു നിർബന്ധവുമില്ല. പാപത്തിൻ്റെ ദാസന്മാരായിരുന്നു. നീതി, ശരിയായ കാര്യങ്ങൾ ചെയ്യേണ്ട യാതൊരു നിർബന്ധം നിങ്ങളുടെ മേലില്ല. പാപത്തിൽ രസിച്ച് മതിച്ച് നടന്നു. അതേപോലെ തിരിച്ചും ദൈവത്തിൻ്റെ ദാസന്മാരാകുമ്പോൾ പാപം ചെയ്യേണ്ട യാതൊരു നിർബന്ധവും നിങ്ങളുടെ മേലില്ല. അയ്യോ, പാപം ചെയ്യാതിരിക്കാൻ പറ്റില്ല, ഒരു കടം എന്ന പോലെ ചിന്തിക്കേണ്ട. നിങ്ങൾ നീതിയുടെ ദാസന്മാരാണ്. പാപം ചെയ്യേണ്ട കടപ്പാട് നിങ്ങൾക്കില്ല. പാപം പറയുന്നതൊക്കെ ചെയ്യേണ്ട കാര്യമില്ല. പലരും പലതും ആവശ്യപ്പെടും, പല പ്രലോഭനങ്ങളും തരും, പലതും ചെയ്യാൻ ആവശ്യപ്പെടും, പലയിടത്തേക്ക് വിളിക്കും. ഒരു ആവശ്യമില്ല അത് കേൾക്കാൻ. എൻ്റെ പുറകെ പോകേണ്ട ഒരു കാര്യമില്ല. ആരാകട്ടെ, അപ്പനാകട്ടെ, അമ്മയാകട്ടെ, ഭർത്താവട്ടെ, ഭാര്യയാകട്ടെ, മക്കൾ ആര് വന്ന് നിർബന്ധിച്ചാലും പോകേണ്ട കാര്യമില്ല. ദൈവമാണ് ഏറ്റവും വലുത്. ദൈവത്തെ സ്നേഹിക്കണം. ഇപ്പോൾ 19-20 വാക്യങ്ങളിൽ പൗലോസ് ക്രിസ്ത്യാനികളെ, ദൈവമക്കളോട് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്, നിങ്ങളുടെ ജീവിതം കർത്താവിനെ സമർപ്പിച്ചതുപോലെ തുടർന്ന് സമർപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തിൻ്റെ? വിശുദ്ധീകരണത്തിനായി. വിശുദ്ധീകരണത്തിനായി നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്നും ആ സമർപ്പണം ഉണ്ടാകട്ടെ. ചില മനുഷ്യരുടെ ധാരണ, സ്നാനപ്പെടുന്ന സമയത്ത് ഞാൻ വചനത്തെ അനുസരിച്ച് പാപത്തെ സ്വാതന്ത്ര്യം പ്രാപിച്ചു തീരുമാനമെടുത്തു, പാപം ചെയ്യരുതെന്ന് തീരുമാനമെടുത്തു. പൗലോസ് അങ്ങനെയല്ല. എല്ലാ ദിവസവും തീരുമാനമെടുക്കണം. എല്ലാ ദിവസവും തീരുമാനത്തിൻ്റെ ദിവസമാണ്. എല്ലാ പ്രഭാതത്തിലും തീരുമാനമെടുക്കേണ്ട പ്രഭാതമാണ്. എല്ലാ ദിവസവും നമ്മൾ നിൽക്കുന്ന തീരുമാനമെടുക്കേണ്ട വഴിയിലാണ്. എന്തു ചെയ്യണം? ഇടുക്ക് വഴിയിലൂടെ തന്നെ പോകണോ, അതോ നാശത്തിലേക്ക് പോകുന്ന വീതി വിശാലമുള്ള വഴിയിലൂടെ പോകണോ? മത്തായി 7:13-14. അത് എല്ലാ ദിവസവും തീരുമാനമെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അവയവങ്ങളെ അധർമ്മത്തിനെ, അശുദ്ധിക്കും അധർമ്മത്തിനും അടിമകളാക്കി സമർപ്പിച്ചതുപോലെ, നിങ്ങളെ സമർപ്പിച്ച പോലെ ഇപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അവയവങ്ങളെ വിശുദ്ധീകരണത്തിനായി നീതിക്ക് അടിമകളായി സമർപ്പിപ്പീൻ. അത് വർത്തമാനകാലത്തിൽ നിരന്തരം ചെയ്യേണ്ട ഒരു കാര്യമായിട്ടാണ്. ഒരിക്കൽ ചെയ്യാതെ ചെയ്താൽ പോരാ. ഒരിക്കൽ സ്നാനപ്പെട്ടാൽ മതി, യഥാർത്ഥ സ്നാനം. ആരെങ്കിലും പറയുന്നത് കേട്ട് വീണ്ടും സ്നാനപ്പെടേണ്ട കാര്യമില്ല. സ്നാനം ഒരിക്കലേ ഉള്ളൂ, ഒരു സ്നാനമേ ഉള്ളൂ. പക്ഷേ സമർപ്പണം എല്ലാ ദിവസവും വേണം. എല്ലാ ദിവസവും സമർപ്പിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ദേഹത്തെ, ശരീരത്തെ, മനസ്സിലെ, ചിന്തയെ, നോട്ടത്തെ, കാഴ്ചയെ, കേൾവിയെ, നാവിനെ എല്ലാം സമർപ്പിക്കുക. ദൈവം, ഈ ദിവസം നിൻ്റെ ഹിതത്തിനായി, നിൻ്റെ മഹത്വത്തിനായി, ആത്മനിയന്ത്രണം അനുസരിച്ച് ജീവിക്കാൻ എന്നെ സഹായിക്കണം. എൻ്റെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കണമേ. സമർപ്പിക്കണം ദൈവകരങ്ങളിലേക്ക്. സമർപ്പിച്ചാൽ മാത്രം പോരാ, ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിക്കണം. നമ്മുടെ അടുക്കൽ വരുന്ന ഓരോ പ്രലോഭനങ്ങളും സന്ദർഭങ്ങളും തിരിച്ചറിയണം. സാത്താൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. നമ്മളെ വലിച്ചഴിച്ചു കൊണ്ടുപോകാൻ വരും, പ്രലോഭിപ്പിച്ചു കൊണ്ടുവരും. നമ്മൾ സമർപ്പിക്കപ്പെട്ടവരാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ബലം, അത്രയും ബലം കിട്ടി, ബാക്കി കൂടെ ചെയ്യാനുള്ള കഴിവ് കിട്ടും. നമ്മൾ സമർപ്പിക്കുന്നില്ല, നമ്മളെ ഏൽപ്പിക്കുന്നില്ല, നമ്മൾ ആരെന്ന് ബോധ്യമില്ല, നമ്മളെ വിലയ്ക്ക് വാങ്ങിയത് ആരെന്നറിയില്ല, നമ്മൾ ആരുടെ അടിമയാണെന്ന് നമ്മൾ മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇവിടെ ഈ വിഷയം നമുക്ക് തുടരാമെന്നാണ് മുന്നോട്ടുള്ള വാക്യങ്ങളിൽ. അപ്പോൾ വിശുദ്ധീകരണത്തിന് വേണ്ടി ഇത് വളരെ ആവശ്യമാണ്. നമ്മൾ സമർപ്പിക്കണം. പാപത്തിൻ്റെ ദാസനായിരുന്നു, ഇപ്പോൾ പാപത്തിൻ്റെ ദാസനല്ല. പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച്, പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു. ഇപ്പോൾ പാപം ചെയ്യാനുള്ള ഒരു നിർബന്ധം, ഒരു കടപ്പാട് നമുക്കില്ല. അയ്യോ, ഒരു കടപ്പാട് പോലെ, ഒരു കടമ പോലെ പാപം ചെയ്യാതെ ഉറങ്ങാൻ പറ്റില്ല. പണ്ടങ്ങനെയായിരുന്നു, പാപം ചെയ്യാതെ ഉറങ്ങാൻ പറ്റില്ല. ഇന്ന് അതിലധികം വിശുദ്ധീകരണത്തിന് ജീവിക്കണം, നീതിക്ക് വേണ്ടി ജീവിക്കണം. പണ്ടത്തേക്കാൾ ഉത്സാഹം കൂടണം, തീഷ്ണതയും സമർപ്പണവും താല്പര്യവും വർദ്ധിക്കണം ദൈവിക കാര്യങ്ങൾക്ക്, ആത്മീയ കാര്യങ്ങളിൽ. അത് വളരെ ആവശ്യമാണ്. വിളിക്കപ്പെട്ടതുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെടണമെന്നില്ല. നമ്മുടെ ജീവിതത്തിലായിരിക്കേണ്ട വിശുദ്ധീകരണത്തിൻ്റെ പാതയിൽ നമ്മൾ നടക്കണം, ജീവിക്കണം. എങ്കിലേ അവസാനം നാം തിരഞ്ഞെടുക്കപ്പെടുകയുള്ളൂ.
ഇത് ദൈവവചനമാണ്. പത്രം വായിച്ച് കേൾപ്പിച്ചതല്ല, വചനമാണ് വായിച്ചത്. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളാണ്. ദൈവാത്മാവ് നൽകുന്ന ആലോചനയാണ്, ദൈവവഴിയാണ്. ദൈവം വിട്ടുവീഴ്ചയില്ല തൻ്റെ നിയമത്തിൽ. എപ്പോഴും ശ്രദ്ധിക്കുക. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. തുടരാം അടുത്ത പഠനത്തിൽ. താങ്ക് യു.